ഇപ്പോൾ ഞാനൊരു കയറ്റത്താണ് കിടക്കുന്നത്. നിങ്ങളെ ജസ്റ്റ് ഞാൻ ആ ഒരു കയറ്റം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. ദേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ കയറ്റത്ത് വണ്ടി എടുക്കുന്ന ട്രിക്കുകൾ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പല ആൾക്കാർക്കും ഒരു വണ്ടി പ്രോപ്പറായിട്ട് കയറ്റത്ത് എടുക്കുന്നതിനെ കുറിച്ച് സംശയമുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് പേർക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുത്തിട്ട് വേണോ ക്ലച്ചിൽ നിന്ന് കാലയക്കാൻ, അതോ ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുക്കണോ, അതോ ക്ലച്ചും ആക്സിലേഷനും ഒരേപോലെ കൺട്രോൾ ചെയ്താണോ കയറ്റത്ത് വണ്ടി എടുക്കുന്നത്. ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ഈ ഒരു വിഷയമായിട്ട് ബിഗിനേഴ്സിനുള്ളത്. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി ഡീറ്റെയിൽ ആയിട്ട് കയറ്റത്ത് വണ്ടി കുറച്ചുപോലും പുറകോട്ട് പോകാതെ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ബൈക്കിലേക്ക് ഒന്ന് അടിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് തരണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം നമ്മളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കയറ്റത്തോട്ട് വണ്ടിയായിട്ട് വരികയാണ്. ഇനി നിങ്ങളെ കൃത്യമായിട്ടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, അതിനുള്ള മറുപടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചും തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ ഞാനൊരു കയറ്റത്താണ് കിടക്കുന്നത്. നിങ്ങളെ ജസ്റ്റ് ഞാൻ ആ ഒരു കയറ്റം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. ദേ, നല്ല രീതിയിലുള്ള കുത്തനെയുള്ളൊരു കയറ്റത്താണ് കിടക്കുന്നത്. നിങ്ങൾ എൻ്റെ ക്ലച്ച് ബ്രേക്ക്, ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുന്നതും കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള കയറ്റത്തിൽ വണ്ടിയായിട്ട് കിടക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വണ്ടി എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഗിയർ മാറിപ്പോകരുത്. അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾ മാറ്റിയേക്കുക. കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കയറ്റത്ത് വണ്ടി എടുക്കുന്ന ടൈമിൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അപ്പോൾ ബാക്കിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വണ്ടിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ബാക്കിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ബ്രേക്കിൽ കാല് വെക്കുക. ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. ബ്രേക്കിൽ നിന്ന് കാലയക്കാൻ പാടില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറി കുറച്ചെങ്കിലും നമ്മൾ ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോൾ വണ്ടി ഇത്തരത്തിൽ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്കിൽ പ്രോപ്പറായിട്ട് കാല് വെക്കുക, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വണ്ടിയെ മുന്നോട്ട് മൂവ് ആകണമെന്നുണ്ടെങ്കിൽ ആ മൂവ് ആകുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തണം. അതിന് നമുക്ക് കഴിയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് വണ്ടി മൂവ് ആകുന്ന പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആ പോയിന്റിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിന് ഏകദേശം അടുത്ത് വരിക. ആ ഒരു കറക്റ്റ് പോയിന്റിൽ വന്നില്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്ത് വന്നിട്ട് നിങ്ങൾ കാല് അങ്ങനെ വെക്കുക. ഓക്കെ, ഇനി ആ പോയിന്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ നിങ്ങൾ കാല് ക്ലച്ചിൽ നിന്ന് അയക്കുകയാണെങ്കിൽ സംഭവിക്കുന്നു. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഫുഡ് പെഡൽ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പോൾ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലെത്തി, വണ്ടി മൂവ് ആകുന്ന പോയിന്റിലെത്തി എന്ന് നിങ്ങൾ കരുതുക. ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ഞാൻ കാലയച്ച് കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള ആ പോയിന്റിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ പോയിന്റിന് ഒരു ശകലം മുന്നേ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കാലവിടെ വെച്ചേക്കണം. കാലവിടുന്ന് അയയാനേ പാടില്ല. പല ആൾക്കാർക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കാൽ അയഞ്ഞു പോകും. അപ്പോൾ അയയാൻ പാടില്ല. കൃത്യമായിട്ട് ആ പോയിന്റിൽ കാൽ അങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കണം. അത് കയറ്റത്തിൻ്റെ അളവനുസരിച്ച്. ഇപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നല്ല രീതിയിലുള്ള ആക്സിലേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് ആ ഒരു ആക്സിലേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുകയും ചെയ്യണം. ആ ഒരു ടൈമിൽ നമ്മളുടെ ആക്സിലേഷൻ്റെ അളവ് കുറയാൻ പാടില്ല. പല ആൾക്കാർ ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയക്കും, എന്നിട്ട് ആക്സിലേഷൻ കൊടുക്കും, വണ്ടി ഇച്ചിരി മൂവ് ആയി എന്ന് തോന്നിക്കഴിയുമ്പോൾ പെട്ടെന്ന് കാലയക്കും. അപ്പം നിങ്ങൾ പെട്ടെന്ന് കാലയക്കരുത്. കാരണം പെട്ടെന്ന് കാലയച്ചു കഴിഞ്ഞാൽ കയറ്റം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആക്സിലേഷൻ കൊടുത്ത് പിടിച്ചിട്ട് ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾ പതുക്കെ കാലയക്കുക. ആ സെയിം ടൈമിൽ ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക. എൻ്റെ ഫുഡ് പെഡൽ കൺട്രോൾ ചെയ്യുന്നതെല്ലാം വളരെ ശ്രദ്ധയോടെ കാണുക. ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഗിയർ മാറരുത്, കൃത്യമായിട്ട് ഫസ്റ്റ് കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടും എടുക്കാം. അതും കൂടെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടെ ഈ വീഡിയോയിലും കാണിച്ചു തരാം. ഓക്കെ, ഇനി ചെയ്യുന്നത് എന്താണ്, ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ടാണ് ക്ലച്ചിൽ നിന്ന് അയക്കുന്നതെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന ടൈമിൽ തന്നെ വണ്ടി ബാക്കിലേക്ക് പോകും.
അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് മണ്ടത്തരമല്ലേ? അപ്പോൾ അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ സിമ്പിളാണ്, നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ഫസ്റ്റ് ബ്രേക്ക് പെഡലെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഞാനിങ്ങനെ വരുന്നു. അപ്പോൾ ഏകദേശം ഇത് വണ്ടി മൂവ് ആകുന്ന ആ ഒരു പോയിന്റിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് ഇനി കാല് അയക്കാൻ പാടില്ല. കൃത്യമായിട്ട് അവിടെ തന്നെ നിങ്ങൾ കാല് വെച്ചേക്കുക. ഒരു പൊടിക്ക് പോലും നിങ്ങൾ കാല് അയക്കരുത്. നിങ്ങളത് ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഒരു പ്രാക്ടീസ് ആയാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് കയറ്റത്ത് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. അതിങ്ങനെ പതുക്കെയല്ല ചെയ്യേണ്ടത്, വളരെ ക്വിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കയറ്റത്ത് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഫസ്റ്റ് ഗിയറിൽ കിടക്കുകയാണ്. ഇങ്ങനെ വണ്ടി ഒരുപാട് നേരം കിടക്കുന്നത് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ ആ വൈബ്രേഷൻ വാഹനത്തിൽ നിന്ന് മാറി. ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു വൈബ്രേഷൻ കണ്ടോ വണ്ടിക്ക് ഉണ്ടാകുന്നത്? നമുക്ക് ഈ മിററിൽ അറിയാൻ കഴിയും. ഇപ്പം ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആ വൈബ്രേഷൻ മാറി. കാരണം വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഒരു പവർ നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ആ വൈബ്രേഷൻ്റെ ലെവൽ മാറി. എന്നിട്ട് നിങ്ങളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയ്ക്ക്. ആക്സിലറേഷൻ കുറയരുത്. പല ആൾക്കാരും ഇങ്ങനെ എടുക്കുമ്പോൾ ആക്സിലറേഷൻ കുറയും. ഇങ്ങനെ പതുക്കെ എടുക്കുമ്പോൾ വണ്ടി ഈസി ആയിട്ട് നമുക്ക് കയറ്റത്തെടുക്കാം. ആവറേജ് റൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വണ്ടി നിങ്ങൾ ചവിട്ടി നിർത്തുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ എടുത്ത് നോക്കുക. ഇനി നിങ്ങളിപ്പോൾ നോക്കിക്കുക, ഞാൻ എടുക്കുന്ന മറ്റൊരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കൊടുത്തേക്കാണ്. കണ്ടോ, ഞാനിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ബ്രേക്കിൽ നിന്ന് കാല് ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ടൈമിൽ ഞാൻ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സെയിം ടൈമിൽ കണ്ടോ, ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുക്കുമ്പോൾ ഹാഫ് ക്ലച്ചിലേക്ക് എൻ്റെ ഇടത്തെ കാല് വന്നിട്ട് പെട്ടെന്ന് ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സെയിം ടൈമിൽ ഹാഫ് ക്ലച്ചിൻ്റെ ആക്സിലേഷൻ പോയിന്റിലും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലേഷനിലേക്കും വന്ന് വണ്ടി കയറ്റത്ത് നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഒന്നെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുക. ഈ മെത്തേഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുറേ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യും. ഒന്നും കൂടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ നോക്കുക. ക്ലച്ചിലും ബ്രേക്കിലും വന്നു, ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ എല്ലാം ഒരേ ടൈമിലാണ് ചെയ്യുന്നത്. കൃത്യം ഹാഫ് ക്ലച്ച് വരും. കണ്ടോ, ഇപ്പോൾ വണ്ടി കയറ്റത്ത് നിൽക്കുവാണ്. അപ്പം ഈ മെത്തേഡ് നിങ്ങൾ എത്തണം. ഈ മെത്തേഡിൽ എത്താനായിട്ടുള്ള ആദ്യ വഴി എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണിച്ചു തന്ന ആ ഒരു മെത്തേഡാണ്. അപ്പം അത് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു വണ്ടി ഈസി ആയിട്ട് തന്നെ കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് കഴിയും. ഒരു കുറച്ച് പോലും നിങ്ങളുടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സംശയമൊക്കെ മാറിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രധാനമായിട്ടും നിങ്ങൾ കയറ്റത്തെടുക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് പ്രവർത്തനം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഈ സംശയങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. നമ്മൾ കയറ്റത്തൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് ആദ്യം കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പുറകോട്ട് പോകും നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അങ്ങനെ ബ്രേക്കിൽ കൃത്യമായിട്ട് കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുക്കുന്നു, ആ സെയിം ടൈമിൽ നമ്മൾ ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുന്ന സമയത്ത് ഈസി ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു കയറ്റത്തിലും ഈസി ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും. നിങ്ങൾ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിങ്ങിലെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏതൊരു സാഹചര്യത്തിലും വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഒരു റോഡിൽ ചെന്നിട്ട് കുറേയധികം സമയം നിങ്ങൾ വണ്ടി നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.